ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമളാൻ ഡേ 2 ആയിട്ടു. അപ്പം എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു നോമ്പ് തുറ ഉണ്ട്. എൻ്റെ വീട്ടിലാണ് കേട്ടോ നോമ്പ് തുറ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഫ്രഷായി. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ വന്നിട്ടാണ് പോയത്. അതുകൊണ്ട് പിന്നെ 5 മണിയൊക്കെ ആയി. നേരം കുറച്ച് ഇനി അവിടെ എത്തുമ്പോഴത്തേനും അത്യാവശ്യം വാങ്ങി കൊടുക്കാനുള്ള ടൈമാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബസ് കാത്തുക്കാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുക എന്ന് വിചാരിച്ചു. കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ബസ് നിർത്തുമായിരിക്കും. അപ്പം ഞങ്ങൾ ബസ് കാത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഉപ്പയും അനിയനും ഒക്കെ തിരിച്ച് ലീവ് കഴിഞ്ഞ് ഗൾഫിൽ പോകാനായി. ഉപ്പ നാളെ രാത്രി പോവും കേട്ടോ. 12 മണിയൊക്കെ ആകുമ്പോൾ പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ നോമ്പ് തുറ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ബസ് വന്നു, ഞങ്ങളതിൽ കയറി. എന്നിട്ട് 3 പേരും പിന്നെ ഇക്കാൻ്റെ ഉമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ഇനി 2 ബസ് കയറണം കേട്ടോ. 2 ബസ് കയറി പിന്നെ ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലെത്തണമെങ്കിൽ. അപ്പോൾ അങ്ങനെ സ്കൂൾ ടൈം കുറച്ചൊന്ന് കഴിഞ്ഞുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സീറ്റൊക്കെ കിട്ടി. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നോമ്പും പിന്നെ അതേപോലെ ചൂടും അതേപോലെ തിരക്കും കൂടി ആകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. വാങ്ങി കൊടുക്കാനായി തുടങ്ങി. അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം, ജ്യൂസ്, എണ്ണക്കടികൾ, ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ടേബിളിൽ ഓരോ സൈഡിൽ ഓരോരുത്തർക്കുള്ളത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് നോമ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നോമ്പ് വാങ്ങി കൊടുക്കണം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ട്വിന്നിങ്സ്. എൻ്റെ അനിയത്തികളും ട്വിൻസാണ്. അപ്പോൾ അവൾക്കുണ്ടായിട്ടുള്ള ഒരാൾക്കുണ്ടായിട്ടുള്ള കുട്ടി ട്വിൻസാണ്. 2 ആൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂടുതലൊന്നും എടുത്തില്ല. നല്ല ടയേർഡായിരുന്നു. യാത്ര കൂടി ഉള്ളതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കലും ജസ്റ്റ് ഈ പൊരിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒക്കെ എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കി ആകെ ഇതായിട്ടുണ്ടായിരുന്നു. കുറേ അറിയാമല്ലോ, നോമ്പ് തുറക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മെസ്സാവും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കിയിട്ടു. ഇനി കുറച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത് കേട്ടോ. പോവാൻ തിരക്കുള്ള ആൾക്കാർക്ക് അങ്ങനെ ഫുഡ് വാങ്ങി കൊടുത്തു. ബാക്കിയുള്ളവർക്കൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 8 മണി 8:30 ഒക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോഴത്തേനും എല്ലാം ഒന്ന് അപ്പോൾ വരുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീനാക്കി ഇട്ടു. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇതാവും. അപ്പോൾ പിന്നെ വേഗം തന്നെ എല്ലായിടത്തും ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, പിന്നെ അതേപോലെ പൊറോട്ട, പത്തിരി, ബീഫ് റോസ്റ്റ്, പിന്നെ കുറുമക്കറി, പിന്നെ അതേപോലെ ചിക്കൻ കറി, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കി. തരിക്കഞ്ഞി. അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേനും കുക്കിങ്ങിൻ്റെയും പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് ആ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് എല്ലാവരും കൂടിയിട്ട് തന്നെ ക്ലീനും എല്ലാം പെട്ടെന്ന് തന്നെ എല്ലായിടത്തും ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഓരോ സ്ഥലത്ത് കളിയും കാര്യങ്ങളും എല്ലാവരും കൂടിയിട്ട് കണ്ടതല്ലേ, കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടതല്ലേ ഇത്. ഇപ്പോൾ വന്നിട്ട് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസമായി ഇപ്പോൾ വന്നിട്ട്. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു കൂടലും കൂടി ഉണ്ടായി. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ പൊലിവിലാണ്. എല്ലാവരും കൂടിയപ്പോൾ അങ്ങനെ ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടേതായ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ ബിസിയാണ്. വലിയവരൊക്കെ ഞങ്ങളൊക്കെ ഇരുന്ന് വലിയ സംസാരങ്ങളും കാര്യങ്ങളും കുറേ സംസാരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളും ബിസി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ കൂടുതൽ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ള വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വാതിൽ ജനല ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ ഡോർ അങ്ങനെ ചതിൽ പിടിച്ചിട്ട് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് വന്നിട്ട് അനിയൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർണാടക എവിടെയൊക്കെ പോയി, മണാലി, കാശ്മീർ, അപ്പോൾ അവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഉള്ള സ്പെഷ്യൽ സ്വീറ്റ്സൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ കഴിക്കാൻ തരാനും വേണ്ടിയിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിച്ചു. നമ്മളിവിടുത്തെ കൊപ്ര ഉണ്ടല്ലോ, അതേ രീതിയിലുള്ള സ്വീറ്റ്സൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ കൊപ്രയെന്ന് വിചാരിക്കും. സംഭവം കുഴപ്പമില്ല, വെറൈറ്റി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് വേഗം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. എല്ലാത്തിനും ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അപ്പോൾ ഇക്കാവൊക്കെ കുറച്ച് നേരം വീട്ടാണ്ട് വന്നു. അപ്പോൾ ഞാനൊക്കെ കുറച്ച് എൻ്റെ ഫുഡ് കഴിച്ചപ്പോൾ വീഡിയോ